എന്നാൽ ഇതുപോലുള്ള നടപടികളെ രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ കണ്ട് അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുക എന്ന് പറയുന്നത് ഒരു ഫാഷിസ്റ്റ് സംവിധാനത്തിന് ചേരുന്ന നടപടിയാണ്. നീറ്റിൽ സംഭവിച്ചിരിക്കുന്ന കെടുതികളെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് CBSE പരീക്ഷയിലെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നത്. മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് സർക്കാർ CBSE അവലംബിച്ച മാനദണ്ഡങ്ങളും മാർഗങ്ങളും 10,000-കണക്കിന് വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പൊതുവെ മാർക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അവർ നീറ്റും ജി പോലുള്ള മത്സര പരീക്ഷകളിൽ ക്വാളിഫൈ ചെയ്താൽ പോലും മിനിമം മാർക്ക് ഇല്ലാത്തൊരവസ്ഥയായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് അനീതി ചെയ്തിരിക്കുകയാണ്. അതുപോലെ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, റീവാലുവേഷനിൽ മുമ്പുണ്ടായിരുന്ന മാനദണ്ഡങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തി അവരുടെ മാർക്ക് കുറയുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പുതിയ നിബന്ധനയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ വെബ്സൈറ്റുകളെല്ലാം താറുമാറായിരിക്കുന്നു, കുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഞാൻ ഇന്നലെ ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടിയെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാലപരിധി വർദ്ധിപ്പിക്കണം, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം. ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സത്വര നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.